ഹലോ ഗായ്സ്, ഇന്ന് പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. ഭാര്യ പണി മുടക്കിയ വീട്ടിൽ ഫുഡ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാനും മോനും കൂടെ ഉള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അരി കഴുകുന്ന വെള്ളം പൈപ്പിൽ നിന്ന് എടുത്ത അരി കഴുകുന്നുണ്ട്. അരി കഴുകി പൈപ്പ് അടച്ച് ലൈറ്റർ ഇട്ട് നമ്മൾ അടുപ്പത്ത് അരി വയ്ക്കുകയാണ് സുഹൃത്തുക്കളെ. അരി വെച്ചിട്ട് അടുത്ത് നമുക്ക് രസം ഉണ്ടാക്കാനുള്ള പ്ലാനുള്ള രസം, ഒരു തോരൻ, ഒരു ചിക്കൻ ചില്ലിക്ക് വേണ്ടിയിട്ട് 100 രൂപയ്ക്ക് നമുക്ക് കോവിൽപ്പെട്ടിയിൽ 100 രൂപയ്ക്ക് ചിക്കൻ കിട്ടും. ആ ചിക്കൻ കഴുകി എടുത്ത് അതിന് വേണ്ട കൂട്ട് മസാലയൊക്കെ ഇട്ട് മുളക് പൊടി, മറ്റേ കോൺഫ്ലവർ പൊടിയും കുറച്ച് അരിപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ഒരു മുട്ടയും കൂടെ ഇട്ടിട്ട് പൊട്ടിച്ച് അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒരു കറിക്ക് അങ്ങ് മിക്സ് ചെയ്ത് അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വയ്ക്കണം. മിക്സ് ചെയ്യണം, നല്ല രീതിയിൽ മിക്സ് ചെയ്താൽ മാത്രമേ നമ്മൾ കണ്ടാടാ എൻ്റെ സ്ലോ മോഷൻ കത്തിയൊക്കെ കയ്യിലൊന്നും കൊള്ളാത്ത ദൈവത്തിൻ്റെ ഭാഗ്യം, എൻ്റെ ഭാഗ്യം. അങ്ങനെ സിത്തുവിനെ കട്ട് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അവൻ അവിടെ എന്തൊക്കെയോ കട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനും നമുക്ക് വേണ്ട സാമഗ്രികളെല്ലാം കട്ട് ചെയ്തു. അതാ വീണ്ടും സ്ലോ മോഷൻ. ഇഞ്ചിയും വെളുത്തുള്ളി ഇടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. അരി നൈസായിട്ട് തിളച്ച് വരുന്നുണ്ട് സുഹൃത്തുക്കളെ, വരുന്നുണ്ട്. ചിക്കൻ ചില്ലി ഇത് നമുക്ക് ഇഞ്ചിയും, ഇത് രസത്തിനുള്ള സാമഗ്രികളൊക്കെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ലൈറ്റർ വെച്ച് കത്തിച്ച് രസത്തിനുള്ള ആദ്യത്തെ ചേരുവകളൊക്കെ കൂട്ടി സിത്തപ്പൻ കിണ്ടുന്നുണ്ട് സുഹൃത്തുക്കളെ. ഉപ്പൊക്കെ ഇട്ട് രസം ഏകദേശമായിട്ടുണ്ട്. രസത്തിൻ്റെ ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റുന്ന ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് നമുക്ക് എത്രയും വീഡിയോ എടുക്കാൻ പറ്റില്ല. രസമായിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് അത് തിളയ്ക്കുന്നു. ഈ അരി അടുപ്പത്ത് ഇത് ഊറ്റാനുണ്ടല്ലോ ഇങ്ങനെ ചെയ്യാൻ, എൻ്റെ ദൈവമേ ഇവരെ സമ്മതിക്കണം കേട്ടോ. ഇത് എവിടെ നിൽക്കണമില്ല, ചൂടും ആവിയും അത് നമ്മളെ ദേഹത്തൂടെയും പറഞ്ഞു കഞ്ഞിവെള്ളവും താഴെ പോയി. എൻ്റെ പൊന്നെ ഒരു അവസ്ഥ തന്നെ. തിളച്ച രസത്തിനെ ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി നൈസായിട്ട് വെച്ചിട്ട് നമ്മൾ ചില്ലി ചിക്കൻ്റെ ആദ്യഘട്ടമായ ഫ്രൈ ചെയ്യാനുള്ള പരിപാടി. എന്തെല്ലാം പൊടികളുണ്ടെന്നിങ്ങനെ നൈസായിട്ട് ഞാൻ മുകളിലോട്ട് നോക്കി വെച്ചിരിക്കുകയാണ്. ചില്ലി ചിക്കൻ്റെ സവാള സിത്തപ്പനെ കൊണ്ട് വയറ്റുകയാണ് സുഹൃത്തുക്കളെ. സിത്തപ്പൻ വയറ്റുകയാണ്. നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ വയറ്റി വെച്ചിരിക്കുന്നത് ചില്ലി ചിക്കൻ വറുത്ത് വെച്ച ചിക്കൻ എടുത്ത് ഒഴിച്ച് ആ വെള്ളം എന്താണെന്ന് അറിയാമോ? ചില്ലി സോസ് ഇല്ലാത്തതുകൊണ്ട് ചില്ലി സോസ് ഇരുന്ന കുപ്പിക്കകത്ത് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് കുലുക്കി ഒരു ഒഴുപ്പ് ഉള്ളത് കൊണ്ട് ഓണം പോലെ കണ്ട. അത് കഴിഞ്ഞിട്ട് സുഹൃത്തുക്കളെ സോയാ സോസ് എടുത്ത് ഒഴിച്ചു ഞാൻ. അതിൻ്റെ അളവൊന്നും അങ്ങനെയൊന്നുമില്ല, നമ്മളെ കണ്ണി കാണും പോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിക്കുക. എന്നിട്ട് ഈ കറി ഫ്രൈ പോലെ അല്ലാതെ കുറച്ച് കറി ഗ്രേവി ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കോൺഫ്ലവർ. ഇത് കണ്ട, അത് നമ്മുടെ ഒരു റീഫ്രഷ് വെള്ളമാണ്. ഇഞ്ചിയും നെല്ലിക്കയും ഒരു മുളകും നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഈ ചൂടത്ത് ഈ വിഴക്കം കണ്ട അത്രയും ഉന്മേഷദായകമായിട്ടുള്ള, അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു മെഡിസിനും കൂടെ ആയിട്ടുള്ളൊരു വെള്ളമാണ്, ദാഹജലമാണ്. ആ ദാഹജലം എങ്ങനെയുണ്ട് എന്നുള്ളത് സിത്തപ്പൻ കുടിച്ചിട്ട് പറയും. സിത്തപ്പ പൊടി സൂപ്പർ എന്ന് സിത്തപ്പൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണെന്ന് അവൻ്റെ മുഖത്തോട്ട് സൂക്ഷിച്ച് നോക്കും സുഹൃത്തുക്കളെ. അതവൻ്റെ മുഖം കണ്ടാൽ അറിയാം. നമ്മളെ ചില്ലി ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അത് ചില്ലി ചിക്കന് ആ വെള്ളത്തിൻ്റെ കൊഴുപ്പ് തലയ്ക്ക് കയറി സിത്തപ്പൻ്റെ ഇതിനെ ഞാൻ എന്തെന്ന് പറയട്ട്, ക്യാമറയിൽ ഒന്നും ചവിട്ട് അവനായതുകൊണ്ട് ഞാൻ ഒന്നും പറയില്ല. പോട്ട് സ്ലോ മോഷനിൽ അത് ഞാൻ സ്ലോ മോഷനിൽ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് പാവല്ലി ചെറുക്കൻ. എന്നിട്ട് നമ്മുടെ കോൺഫ്ലവർ അല്ലല്ലോ, കോളിഫ്ലവർ തോരൻ, അതിന് വേണ്ടിയിട്ടുള്ള ചേരുവ തേങ്ങ കിണ്ടിയിട്ട് ഇങ്ങനെ കിണ്ടിക്കൊണ്ടിരിക്കുന്നു. എല്ലാം ഇട്ടതിന് ശേഷം കോളിഫ്ലവർ ഇട്ട് അടച്ച് വെക്കണം, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. എന്നിട്ട് കോളിഫ്ലവർ ആവാൻ വേണ്ടി കോളിഫ്ലവറൊക്കെ തോരൻ വയ്ക്കുമെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് എല്ലാ വെറൈറ്റിയും. ഏറ്റവും മെയിനായിട്ടുള്ളത് അവളെങ്ങനെ രാവിലെ ഇട്ടിട്ട് പോയോ അതേപോലെ ഇട്ടില്ലെങ്കിൽ എൻ്റെ പൊന്നപ്പി ഒരു നിവൃത്തിയും കാണൂല. അതുകൊണ്ട് പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി അവിടെയൊക്കെ തുടച്ച് ആ പാത്രമൊക്കെ ഞാൻ എല്ലാവരും കഴുകും. ഇന്നെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ കഴുകിയില്ലെങ്കിൽ എവിടെ കൂടെ കിട്ടണമെന്ന് പറഞ്ഞാൽ വായിയൊക്കെ വീട്ടിലായിരിക്കും. എന്നിട്ട് നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ചോറ് കണ്ട തൂവുള്ള ചോറ് അതിൻ്റെ കൂടെ ചില്ലി ചിക്കനൊക്കെ എടുത്തങ്ങ് വച്ച് കുറച്ച് രസം കൂടെ എൻ്റെ മുകളിൽ വീത്തിയിട്ട് എൻ്റെ തോരനും കൂടെ വെച്ചപ്പോൾ നമ്മളെ പരിപാടി ഓക്കെ ആയിട്ടുണ്ട്. അതും കൊണ്ട് സിത്തപ്പൻ ടി വിയിൽ, അത് പിന്നെ പറയണ്ടല്ലേ, ഇവരൊക്കെ ടി വി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പട്ടിണി അങ്ങനെ ഇരുന്ന് കണ്ടോളും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് സിത്തപ്പൻ സൂപ്പറായിട്ടുണ്ട്. അതുക്ക് മേലെ നമ്മൾ എങ്ങനെ ഇരുന്നു അടുക്കള അതേപോലെ
സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ഭാര്യമാർ സമരം ചെയ്ത് ഹർത്താലാണെങ്കിൽ പോലും നമുക്ക് ഫുഡ് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഈ അരി അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ വെള്ളം വറ്റിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അത് മാത്രമേ ഇച്ചിരി ടാസ്ക്കായിട്ട് തോന്നുള്ളൂ. ബാക്കിയെല്ലാം സിമ്പിളല്ല, നല്ല പാടൊക്കെ ഉണ്ട്, അവരെ സമ്മതിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ. ടടാ 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 ടടാ.